നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. ഉപവാസം. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യോഹന്നാന്റെ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു, ഞങ്ങളും പരീശന്മാരും വളരെ ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിക്കാൻ കഴിയുകയില്ല. മണവാളൻ പിരിഞ്ഞു പോകേണ്ടുന്ന നാൾ വരും, അന്ന് അവർ ഉപവസിക്കും. കോടി തുണിക്കണ്ടം ആരും പഴയ വസ്ത്രത്തിൽ ചേർത്ത് തുന്നുമാറില്ല. തുണി ചേർത്താൽ അതുകൊണ്ട് വസ്ത്രം കീറും, ചീന്തൽ ഏറ്റവും വല്ലാതെ ആയിത്തീരും. പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല, പകർന്നാൽ തുരുത്തി ഒളിഞ്ഞ് വീഞ്ഞൊഴുകിപ്പോകും, തുരുത്തിയും നശിച്ചുപോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിൽ അത്രേ പകർന്നു വയ്ക്കുകയുള്ളൂ, അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും. കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ഒരു പരാതിയുമായി അല്ലെങ്കിൽ ഒരു സംശയവുമായി യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരെത്തുകയാണ്. അവർ ചോദിച്ചത്, ഞങ്ങളും പരീശന്മാരും വളരെ ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്താണ് എന്നാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം. പഴയ നിയമത്തിൽ യഹൂദന്മാർക്ക് 7 പെരുന്നാളുകളും 5 യാഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, ശബത്തുണ്ടായിരുന്നു. എന്നാൽ യഹൂദന്മാർക്ക് ഉപവാസം ഒരു ദിവസം മാത്രമാണ് ദൈവം കൽപ്പിച്ചിരുന്നത്. അത് മഹാപാപപരിഹാര ദിവസമാണ്. 7-ാം മാസം 1-ാം തീയതി ആണ് മഹാപാപപരിഹാര ദിവസം. പെസഹ പെരുന്നാളിനോ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിനോ, ആദ്യഫല പെരുന്നാളിനോ, വാരോത്സവ പെരുന്നാളിനോ, കാഹള പെരുന്നാളിനോ അല്ലെങ്കിൽ കൂടാര പെരുന്നാളിനോ ഉപവാസം പറഞ്ഞിട്ടില്ല. എന്നാൽ 6-ാമത്തെ പെരുന്നാളിന്, കാഹള പെരുന്നാളിന് ശേഷമുള്ള 7-ാം മാസത്തെ മഹാപാപപരിഹാര പെരുന്നാളിന് മാത്രമാണ് ഒരു ദിവസം നിങ്ങൾ ആത്മതപനം ചെയ്യണം എന്നെഴുതിയിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് പരീശന്മാരും യോഹന്നാൻ ശിഷ്യന്മാരും വളരെ ദിവസങ്ങൾ ഉപവസിക്കാൻ കാരണം? ഇസ്രായേൽ മക്കൾ ബാബേലിൽ അടിമകളായി തീർന്നു, അവർക്ക് വലിയ ദുഃഖമുണ്ടായി. അവര് ഭക്ഷണം വെടിഞ്ഞ് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറായി. അവർക്ക് വിടുതലുണ്ടായ ശേഷം യഹൂദന്മാര് ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കാൻ തീരുമാനിച്ചു. ദൈവം പറഞ്ഞിട്ടല്ല, അവർ സ്വമേധയായി അങ്ങനെ ചെയ്തു. അതുകൊണ്ടാണ് ലൂക്കോസ് 18-ലെ പരീശന്റെ പ്രാർത്ഥനയിൽ പരീശൻ പറയുന്നത്, ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. അത് അവര് എടുത്തൊരു തീരുമാനമാണ്. അത് വർഷങ്ങളായിട്ട് അവർ തുടർന്നു. പിന്നീട് യോഹന്നാൻ സ്നാപകൻ യേശുവിൻ്റെ മുന്നോടിയായി ആളുകളെ ഉണർത്തിയ സമയത്ത് യോഹന്നാനും ശിഷ്യന്മാരും ഉപവസിച്ചിരുന്നു. യോഹന്നാൻ മാതാപിതാക്കളുടെ മരണശേഷം അവർ വൃദ്ധരായിരുന്നല്ലോ. അവരുടെ മരണശേഷം യോഹന്നാൻ മരുഭൂമിയിലായിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. അക്കാലത്ത് കുറേ ഭക്തി പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു. പരീശന്മാരുണ്ടായിരുന്നു, സാദൂക്കരുണ്ടായിരുന്നു, ഹേരോദ്യരുണ്ടായിരുന്നു, എസ്സേന്യരുണ്ടായിരുന്നു, എരിവുകാരുണ്ടായിരുന്നു. അപ്പോൾ അതില് ഈ യോഹന്നാൻ സ്നാപകൻ എസ്സേന്യരുടെ, അതീവ ഭക്തരായ എസ്സേന്യരുടെ ആ ഭക്തി പ്രസ്ഥാനത്തിൽ അദ്ദേഹം പരിശീലനം നേടുകയായിരുന്നു എന്ന് പൊതുവെ ആളുകൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഈ എസ്സേന്യർക്ക് അല്ലെങ്കിൽ പരീശന്മാർക്കൊക്കെ ഈ ആഴ്ചയിൽ 2 വട്ടമോ അതിലേറെയും അവര് ഉപവസിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ തൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് ഉപവസിച്ചതും തൻ്റെ ശിഷ്യന്മാരെ ഉപവസിക്കണമെന്ന് നിർബന്ധിച്ചതും. പക്ഷേ യേശു ഏത് സമയത്ത് കൊടുത്താലും അത് ഭക്ഷിക്കും. രാത്രിയൊന്നോ പകലൊന്നോ വ്യത്യാസമില്ല. ആഴ്ചയുടെ എല്ലാ ദിവസങ്ങളിലും ഭക്ഷിക്കും, എല്ലാ നേരവും ഭക്ഷിക്കും. ഭക്തിക്ക് ഭക്ഷണം ഒരു തടസ്സമല്ല എന്നാണ് യേശു ചിന്തിച്ചിരുന്നത്. യേശു പറയുകയും ചെയ്തു, മനുഷ്യന്റെ അകത്തോട്ട് ചെല്ലുന്ന ഏതുമല്ല അവനെ അശുദ്ധനാക്കുന്നത്, മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്ന ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അസൂയ, അത്യാഗ്രഹം, ചതി, വിടക്കേട്, വിഷ്കാമം, ആഭിചാരം, പകൽ, പണക്കം, ജാരസംഘ, ക്രോധം, ജാഠ്യം, തൊന്നവർഷം, ഭിന്നത, വെറുക്കൂത്ത്, ഇതൊക്കെയാണ് മനുഷ്യനെ
അശുദ്ധമാക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ അതുണ്ട്, ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതാണ് എന്നാണ് യേശു പ്രധാനമായി പഠിപ്പിച്ചത്. എന്തായാലും യേശു ദൈവത്തിൻ്റെ മശിഹ ആണെന്നുള്ളതിലൊരു സംശയം യോഹന്നാനുണ്ട്. കാരണം തടവിലായ യോഹന്നാൻ യേശു കാണാൻ ചെല്ലുന്നില്ല. അതുകൊണ്ടൊരിക്കൽ യോഹന്നാൻ ആളെ വെച്ച് ചോദിച്ചു, വരുവാണല്ലോ, നീ തന്നെയാണോ, ഞങ്ങൾ വേറൊരാളെ കാത്തിരിക്കണമോ എന്ന്. ഇവിടെ യോഹന്നാൻ്റെ ശിഷ്യന്മാർ വന്ന് ചോദിക്കുകയാണ്, ഞങ്ങളും പരീശന്മാർ ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തതെന്ന്. യേശുവിൻ്റെ മറുപടി, മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഉപവാസം എന്ന് പറയുന്നത് അത് ദുഃഖത്തിൻ്റെ ഒരടയാളമാണ്. ദുഃഖത്തിൽ നിന്നാണ് ഉപവാസം ഉണ്ടാകുന്നത്. അപ്പോൾ യേശു പറഞ്ഞു, മണവാളൻ കൂടെ ഉള്ളപ്പോൾ സന്തോഷമല്ലേ? അപ്പോൾ യേശുക്രിസ്തു വാസ്തവത്തിൽ മണവാളനാണ്, സഭയുടെ മണവാളനാണ്. യേശുവിനോടൊത്തുള്ള ജീവിതം അത് സന്തോഷത്തിൻ്റെ ജീവിതമാണ്. ഒരാൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ ജന്മസാഫല്യം നേടി, ദുഃഖം മാറി ആശ്വാസമായി എൻ്റെ അടുക്ക് വരെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നല്ലേ യേശു പറഞ്ഞത്. പരീശന്മാരെ സംബന്ധിച്ച് അവര് ഉപവാസം എടുക്കുന്നത് സ്വർഗത്തിൽ പോകാനാണ്. അവര് ആരാധനയ്ക്ക് പോകുന്നത് സ്വർഗത്തിൽ പോകാനാണ്. അവർ ബൈബിൾ വായിക്കുന്നത് സ്വർഗത്തിൽ പോകാനാണ്. അവർ പരോപകാരം ചെയ്യുന്നത് സ്വർഗത്തിൽ പോകാനാണ്. എന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാർ സ്വർഗ അവകാശികളായി കഴിഞ്ഞു. യേശു പറഞ്ഞു, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ സന്തോഷിപ്പീൻ. അവർക്ക് ദുഃഖിക്കേണ്ട ആവശ്യം ഇല്ല. യേശു ഒരിക്കലും ശിഷ്യന്മാരോട് നിങ്ങൾ ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ 3 ദിവസമോ ഉപവസിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകയില്ല എന്ന് കർത്താവ് പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. എന്നാൽ തൻ്റെ സഭയ്ക്ക് ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ 3 ദിവസമോ അല്ലെങ്കിൽ കുറേ ദിവസങ്ങൾ അടുപ്പിച്ച് ഉപവാസം നിർബന്ധമാണെന്ന് യേശുവോ പിന്നീട് അപ്പോസ്തലന്മാരോ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ സംശയം ഉണ്ടാകുന്നൊരു വാക്യമുണ്ട്, മണവാളൻ വിട്ടുപിരിയുന്ന കാലം വരും, അന്ന് അവർ ഉപവസിക്കും. പ്രിയപ്പെട്ടവരെ, അതെന്താണ് ഇതിൻ്റെ അർത്ഥം? മണവാളൻ പിരിഞ്ഞു പോകുന്ന നാൾ വരുമെന്നാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെയാണിത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ യേശു മരിക്കുന്ന ദിവസം, യേശു പിടിക്കപ്പെടുന്നത് മുതൽ മരിക്കുന്നത് വരെ അല്ലെങ്കിൽ വീർക്കുന്നത് വരെ ചില മണിക്കൂറുകൾ അവർ ദുഃഖനിമിത്തം ഭക്ഷണം കഴിക്കാതിരിക്കും. അതിന് യേശു ഒരു ഉപവാസമായിട്ട് പറയുകയാണ്, മണവാളൻ അവരെ വിട്ടുപിരിയുന്ന നാൾ വരും, അന്ന് അവർ ഉപവസിക്കും. ഇപ്പോൾ ദൈവം മനുഷ്യനായവൻ അവരോട് കൂടെ ഉള്ളതുകൊണ്ട് അവർക്ക് യാതൊരു ദുഃഖത്തിൻ്റെയും ആവശ്യമില്ല. അതുകൊണ്ടാണ് അവർ ഉപവസിക്കാത്തത്. എന്നാൽ അവർ ഉപവസിക്കുന്നത് താൻ അവരെ വിട്ട് പിരിയുന്ന ആ ചില മണിക്കൂറുകൾ മാത്രമായിരിക്കും. താഴെ യേശു പറയുകയാണ് 2 സാദൃശ്യങ്ങൾ. കൂടിത്തുണുക്കേണ്ട ആരും പഴയ വസ്ത്രത്തോട് ചേർത്ത് തുന്നുമാറില്ല, പുതിയ വീഞ്ഞാരും പഴയ തുരുത്തിൽ പകർന്നു വയ്ക്കാറില്ല എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തോട് അല്ലെങ്കിൽ പുതിയ നിയമ ഉപദേശത്തോട്, അതായത് യേശുവിനെ കൈക്കൊണ്ടാൽ രക്ഷിക്കപ്പെടുകയാണ്, രക്ഷിക്കപ്പെട്ടു, അതിനോട് പഴയ നിയമത്തിലെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ കൂട്ടേണ്ടതില്ലെന്നർത്ഥം. അത് പരിച്ഛേദനയായാലും ശബത്തായാലും അത് ഉപവാസമായാലും പെരുന്നാളോ യാഗമായാലും അതൊന്നും ഇതിനോട് കൂട്ടേണ്ടതില്ല എന്നാണ് യേശു പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ ദശാംശമുണ്ട്, പരിച്ഛേദനയുണ്ട്, പെരുന്നാളുണ്ട്, ശബത്തുണ്ട്. ചില സഭക്കാർ ഇതിൽ ദശാംശം ഇങ്ങെടുക്കും, അതിന്ന് വേണം എന്നങ്ങ് നിർബന്ധം പറയും. ചില സഭക്കാർ അതിലെ ശാബത്ത് ഇങ്ങെടുക്കും, ശനിയാഴ്ച വേണം ആരാധിക്കാൻ എന്നെടുക്കും. ചില സഭക്കാർ അതിൽ ഉപവാസം ഇങ്ങെടുക്കും, എല്ലാവരും 3 ദിവസമോ 7 ദിവസമോ 21 ദിവസമോ 40 ദിവസമോ ഉപവസിക്കണം എന്നെടുക്കും. എന്നാൽ പഴയ നിയമത്തിൽ 1 ദിവസമേ ഉപവാസം ഉണ്ടായിരുന്നുള്ളൂ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് കൂടിത്തുണുക്കണ്ടം പഴയതിനോട് ചേർത്ത് തുന്നുവാൻ, പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ ഒഴിക്കുവാൻ ആർക്കും ഇടയാകാതിരിക്കട്ടെ. കർത്താവ് പഠിപ്പിച്ചതും അപ്പോസ്തലന്മാർ ആചരിച്ചതും അനുസരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.